ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നവജാത ശിശുവുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ചു. ഇന്നലെ രാത്രി മൊദാസയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനാണ് തീപിടിച്ചത്. പ്രസവിച്ച് ഒരു ദിവസം മാത്രം പ്രായമായ ആൺകുഞ്ഞ്, കുഞ്ഞിന്റെ പിതാവ്, ഡോക്ടർ, നഴ്സ് എന്നിവരാണ് മരിച്ചത്. മാസം തികയാതെ പ്രസവിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മഹീസാഗർ ജില്ലയിലെ ലുനാവാഡയിലെ മൊദാസയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ ആദ്യം കൊണ്ടുവന്നത്. എന്നാൽ കുഞ്ഞിന്റെ നില വഷളായതിനെ തുടർന്ന് അഹമ്മദാബാദിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കുഞ്ഞിനെയും കുടുംബത്തെയും കൊണ്ടുവരാൻ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഓറഞ്ച് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടറും നഴ്സും ഉൾപ്പെടുന്ന ആംബുലൻസ് അയച്ചത്. കുഞ്ഞിന്റെ അച്ഛൻ ജിഗ്നേഷ് മോചി, മറ്റ് 2 കുടുംബാംഗങ്ങൾ എന്നിവർ ആംബുലൻസിൽ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മൊദാസയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ വാഹനം പെട്ടെന്ന് തീപിടിച്ചു. തീ പെട്ടെന്ന് തന്നെ ആളിപ്പടരുകയും അഗ്നിശമന സേന എത്തി തീ അണയ്ക്കുന്നതിന് മുൻപ് കുഞ്ഞും അച്ഛനും ഡോക്ടറും നഴ്സും മരിക്കുകയും ചെയ്തിരുന്നു. മരിച്ച ഡോക്ടർ അഹമ്മദാബാദിൽ നിന്നുള്ള 30 വയസ്സുകാരനായ രാജ്കരൺ ശാന്തിലാൽ റെഡ്ഡിയാണെന്നും നഴ്സ് ആരവല്ലി ജില്ലയിൽ താമസിക്കുന്ന ഭൂരി മനാത്താണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുന്നിരുന്ന 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം കൂടുതൽ നടപടികൾക്കായി ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.